അത് കാണിക്കാൻ തന്നെ വെള്ളവടി എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ ആക്കിയത്. ഇടാ അവനെ എനിക്ക് ഇവിടെ ആവശ്യമുണ്ടെന്ന്, ഈ സ്ഥാപനം ഒന്ന് പൊക്കിക്കൊണ്ട് വരണ്ടേന്ന്. പ്രഥമനും ഉണ്ടാക്കി, അതിനകത്ത് പരിപ്പ് കയറി ലേശം ഒന്ന് കുറുകിപ്പോയി. അത് പിന്നെ ആമാശനെ വിളിച്ചോണ്ട് പോയിട്ടല്ലേ. കണ്ടോ സാറേ, ശബ്ദം പോയി. ഇന്നലത്തെ ഫലം. ശരി. മൈത്രേയ, എത്ര കാലമായിടെ കണ്ടിട്ട്? ശനിയാഴ്ചക്ക് എന്താ കുഴപ്പം? നിനക്ക് ഇപ്പോഴും അവരുടെ അടുത്തുള്ള ദേഷ്യം മാറിയിട്ടില്ല അല്ലേ? ദേഷ്യമൊന്നും ഇല്ല എനിക്ക് അയാളോട്, വെറുപ്പാ. മാസത്തിൽ ഒരു പരിപാടിയെങ്കിലും കിട്ടുമോ? എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. രസികൻ. ഞാനൊരു നാടകം കാണാൻ പോയി. പോഞ്ഞ് തീരാറായില്ലേ? സിഗരറ്റേ തീരാറായി, കൈ പൊള്ളും. എന്തിനു വരാൻ പറഞ്ഞു? എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. പറയാം. നീ ഇന്നലെ ആങ്കൂഷ് മാഷിനെ വിളിച്ച് കുടിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? സാറേ, എൻ്റെ വായിരിക്കണ കേൾക്കരുത്. ഇന്നലെ ഇവിടെ പിള്ളേരെ പഠിപ്പിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോകാൻ നിന്ന എന്നെ വിളിച്ചിട്ട് പറയാണ് എന്തോ സംസാരിക്കാറുണ്ട്, അങ്ങനെ മനസ്സിലെന്തോ വിഷമം വരുന്നത്, വിങ്ങയാണ്, അത് തുറന്ന് സംസാരിക്കണം, അതിന് സാറാണ് പറ്റിയ ആളാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ അടുത്ത് പറയണ ആംബിയൻസ് ഇവിടെ ഇല്ല. ബാറില് വെള്ളമടിക്കാൻ എന്നെ വിളിച്ച്. ഞാൻ പറയും പറ്റൂല, എന്നെ ഇവിടെ 10 പേര് അറിയുന്ന ആളാണ്, അതുപോലെ ഞാൻ വന്നു കഴിഞ്ഞാൽ സാറിനാണ്, കുട്ടപ്പ സാറിനത് മോശമാണ്, എൻ്റെ സ്ഥാപനത്തിന് മോശമാണെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ മാക്സിമം ഒഴിഞ്ഞ് മാറാൻ നോക്കി. എന്നിട്ട് പുള്ളി പറഞ്ഞു എങ്കിൽ വേണ്ട, എൻ്റെ വീട്ടിലോട്ട് വരാം. പുള്ളിയുടെ വീട്ടിലോട്ട് ഞാൻ ചെല്ലാൻ. അവൻ്റെ വീട്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഓഹോ, അപ്പം അവിടെ ചെന്ന് കൂച്ചാറുണ്ടല്ലേ? എടാ നിന്റെ കൂടെ വന്നിരുന്ന് ഞാൻ കുടിക്കാറില്ലടാ. അതുപോലെയാണ്. എടാ ഞാൻ കോളേജിൽ മാത്രമേ ഉള്ളൂ സ്ട്രിക്റ്റ്, അല്ലാത്തപ്പോൾ നല്ല പെർഫെക്റ്റാ. അതെനിക്കറിയാം. അതെ, അപ്പം ഞാൻ എൻ്റെ വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി. അല്ല പിന്നെ വല്ലയിടത്തും ഇരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി. അവർ ഫുള്ള് കൊണ്ടുവന്നു. അപ്പോൾ അവർ ഫുള്ള് മുഴുവൻ ഇന്നലെ കുടിച്ച് തീർത്താ? ഞാൻ കുടിച്ചില്ല സാറേ, അവനാണ് ഒരു ഫുള്ള് മൊത്തം മടപടാ കുടിച്ചു തീർത്തു. ഞാൻ ഇത്രയും കുടിച്ചോളൂ. ഇത്ര എനിക്കറിഞ്ഞൂടെ? എടാ അവൻ 2 അടിച്ചു കഴിഞ്ഞാൽ അവന് സ്വബോധം ഇല്ലടാ, അത് നിനക്ക് അറിഞ്ഞൂടെടാ? അടിച്ചു കഴിച്ചിട്ട് അവൻ പറഞ്ഞ് അവന് എന്തോ മൂത്രമൊഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞ് അവിടെയാണ് ബാത്റൂം എന്ന് പറഞ്ഞ് എൻ്റെ റൂമിനകത്ത് ഞാൻ കാണിച്ചു കൊടുത്തു. അതോട്ട് കയറിപ്പോയി. എന്നിട്ട് ഒരൊറ്റ അലർച്ചയും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വെട്ടിയിട്ടവനെ കിടക്കുകയാണ്, കട്ടിൽ കിടക്കണം സാറേ. അപ്പം ബിനാലെ മൊത്തം അവൻ കണ്ടു കാണും. ബിനാലെ? പിന്നെ അല്ലാതെ ആ നിഷ ടീച്ചറിന്റെ വെട്ടി ഒട്ടിച്ച ഫോട്ടോ ബാർബർ ഷോപ്പിനെ പോലെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതും നീ കണ്ടു കാണും, അവൻ കണ്ടു കാണും. പിന്നെ അല്ലാതെ അവൻ ബോധം കെട്ട് വീഴുവോ? എൻ്റെ പൊന്നെ സാറേ, അത് കാണിക്കാൻ തന്നെ വെള്ളവടി എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ ആക്കിയത്. അപ്പൊ നീ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞല്ലേ? പിന്നെ എല്ലാം അവൻ നിഷ ടീച്ചറിന്റെ പിറകെ മണപ്പിച്ചുകൊണ്ടിറങ്ങാൻ ഞാൻ കൂട്ടിക്കണോ? സാറ് അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, സാറിന് ഇത്ര സ്നേഹം എന്താ അവൻ്റെ അടുത്ത്? സാറിൻ്റെ അവിധ ബന്ധത്തിലുള്ള പോവാൻ തന്നെ. അല്ല എന്താ തോന്നുന്നു? എടാ അവന്റെ അച്ഛൻ എന്റെ കൂട്ടുകാരനാണ്. അപ്പൊ സൗകര്യം ഉണ്ടല്ലോ. എടാ അങ്ങേര് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൂത്ത പുത്രനാണ് അവൻ. അത് ആ സ്നേഹം തീർക്കാൻ വേണ്ടി ഇവിടെ എന്റെ തല കൊണ്ട് വെച്ചതിന് എൻ്റെ കുടുംബത്തിക്കാരാണോ കളിക്കണത്? നിശ്ചയിച്ചാണെങ്കിൽ അവനെ കാണുമ്പോൾ ശൃംഗാരം ഉണ്ടല്ലോ, അത് എനിക്ക് എൻ്റെ സ്വഭാവം പറഞ്ഞ. എടാ ഞാനത് അവളുടെ അടുത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, തഞ്ചവും തരം നോക്കി അവൻ്റെ അടുത്ത് പെരുമാറണമെന്ന്. എന്തിന്? എടാ അവനെ എനിക്ക് ഇവിടെ ആവശ്യമുണ്ടെന്ന്, ഈ സ്ഥാപനം ഒന്ന് പൊക്കിക്കൊണ്ട് വരണ്ടേന്ന്. പൊക്കി അവസാനം എൻ്റെ സ്വഭാവം മാറും നോക്കിയ ഒരു ദിവസം. എടാ നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോ പറ. നീ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങ് ഒഴിഞ്ഞോട്, അവരവളെ കെട്ടിക്കൊണ്ട് സുഖമായി ജീവിക്കുമെന്ന്. കൂട്ടുകാരൻ്റെ മോനും മറ്റേ പണി ചെയ്യാൻ നോക്കിയാണ് എൻ്റെ സാറേ, എൻ്റെ വായിക്കവെല്ലാം കേൾക്കട്ടെ, ഞാൻ പോകണം. എടാ നില്ലേ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തരുമെന്ന്. പിന്നെ എടാ ഇന്ന് എന്തരാഴ്ചയുടെ? ശനിയാഴ്ച. അപ്പം നിന്റെ വീട്ടിൽ ഇന്ന് നമ്മൾ കൂടും. എടാ ചെലവെല്ലാം ഞാൻ ഏറ്റെന്ന്. എന്താ പോരെ? എന്നാ വാ പോ. ഇങ്ങോട്ട് പോടാ. സീറ്റ് നിന്നാ. ഹലോ, ആരാ? കുളമായിരുന്നു. ആര് പറഞ്ഞു? അതെ, 16 കൂട്ടം കറി ഉണ്ടാക്കി, പ്രഥമനും ഉണ്ടാക്കി, അതിനകത്ത് പരിപ്പ് കയറി ലേശം ഒന്ന് കുറുകിപ്പോയി. അതിനാണ് അത്ര വലിയ കുറ്റം? ആര് പറഞ്ഞു? അതെ, ഈ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് ചിലരൊക്കെ ഭയങ്കര ചൊറിച്ചില്ല. കുറുകിപ്പോയി, വൃത്തിയില്ല എന്നൊക്കെ പറയും. ഇത് പൈസ കുറയ്ക്കാനുള്ള പരിപാടിയാണോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ പൈസ എനിക്ക് നാളെ അക്കൗണ്ടിൽ എത്തണം. ഞാനിപ്പോൾ ഇവിടെ കോളേജില്ല. എനിക്കിപ്പോൾ വിളിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ സംസാരിക്കാം. ഓ ശരി 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 ആയിക്കോട്ടെ.
സദ്യ ഇപ്രാവശ്യം കൊള്ളായില്ല സാറേ. ഇവിടെ പരിപ്പ് കയറി ലേശം ഒന്ന് കുറുകിപ്പോയി, അതിനാണ് ഇത്രയും വലിയ കുറ്റം. ഓ, കഴിഞ്ഞ പ്രാവശ്യം അത് അവിയിലായിരുന്നു, ഇപ്രാവശ്യം അത് പരിപ്പായി എന്നല്ലേ ഉള്ളൂ. എല്ലാം കൂടി എന്നാ സാറേ ഒന്ന് ശരിയായി വരിക. അത് നിന്റെ ചാവടി യന്ത്രത്തിന് അതിനെന്തായാലും സാറിനെ ഞാൻ വിളിക്കുന്നില്ല. അയ്യോ മാഷെ ഇന്നലെ ഐസ് ഇട്ടാടി. നീ ചായ അവിടെ കൊണ്ടുവരാത്തത് എത്ര നേരം കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യണ്? ചായ അവിടെ കൊണ്ട് കൊടുക്കുക. ഞാൻ ബിജു സാറിനെ കാണാൻ നിൽക്കുകയായിരുന്നു. എന്ത്? ഇന്നലെ അങ്കുഷ് മാഷായിട്ട് നല്ല അടിയായിരുന്നില്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? ആ മുറ്റത്ത് ലൈറ്റ് ഇട്ട് അടിക്കുമ്പോ ആലോചിക്കണം, ഇരുട്ടത്ത് നാട്ടുകാരുണ്ടെന്ന്. നാട്ടുകാർ മൊത്തം അറിഞ്ഞു. ഓ, ആകെ നാണം കെട്ടുപോയി. എന്തോന്നടേ അത് പിന്നെ ആ മാഷനെ വിളിച്ചോണ്ട് പോയിട്ടല്ലേ? കണ്ടോ സാറേ, ശബ്ദം പോയി. ഇന്നലത്തെ എൻ്റെ ഫലം ഇന്നലെ അടിച്ചെൻ്റെ. കഷ്ടം. ഓ, സാറ് വലിയ കഷ്ടമൊന്നും പറയണ്ട. സാറല്ല ശനിയാഴ്ച ബിജു സാറാണ് പോയിട്ട് അടിച്ചിട്ടേ ഭരണിപ്പാട്ട് പാടുന്നത് നാട്ടിൽ മൊത്തം പാട്ടാ. ഇത് പിന്നെ പുതിയ ആളായത് കൊണ്ടാണ് കംപ്ലൈൻറ്റ് എൻ്റെ അടുത്ത് വന്നത്. സാറിൻ്റെ പിന്നെ അതൊരു വിഷയമല്ല. കൂടുതൽ സംസാരിക്കട്ടെ, കൂടുതൽ തരലേക്കാരണം കേട്ടാ. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പോവാൻ നോക്ക് പോ. പിന്നെ സാറേ, ഈ നാട്ടിലെ വീട് വാടക കിട്ടാൻ ഭയങ്കര പണിയാണ്, അതും ബാച്ചിലേഴ്സിന്, ഈ പ്രായത്തിലുള്ളതിന്. ഇത് ഒപ്പിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടെ എനിക്ക് അറിയും. ഈ നാട്ടിലെ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട്, അത് കളഞ്ഞ് കുടിക്കണം. ഇപ്പോ നീ ഓവറാക്ക, ഇപ്പോ കുടിക്കും. ഓ വലിയ മാന്യെ ഇവ എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവനേക്കാൾ വലിയ കുപ്പി എടുത്തോളം അടിച്ച് മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും. ഡേയ്, ഇനി ശനിയാഴ്ചയുള്ള അടി വേണ്ട, നാട്ടുകാരറിയും. നമുക്ക് ഞായറാഴ്ച ആക്കാം. ഞായറാഴ്ച നാട്ടുകാരുണ്ടല്ലോ അവിടെ. ഡേ, ഫോൺ അടിക്കണ്ട. ആ മൈത്രയാ, ഞാൻ അവിടെ കോളേജുണ്ട്. അല്ല സൗണ്ട് ഇന്നലെ പോകണേ, ഇന്നലെ എന്താണെന്ന് അറിയൂടാ, ത്രോട്ട് ഇൻഫെക്ഷൻ. ആ നീ ഇഞ്ഞ് പോരെ, അല്ലെങ്കിൽ നീ വാ. ഓ സാറുണ്ട്, സാറുണ്ട്, കുട്ടപ്പ സാറുണ്ട്. ആ നീ പോരെ. ആണാ? ഓ അത് ശരി. ആ വാ വാ, കണ്ടിട്ട് കുറേ നാടായല്ല. ആ ഇവിടെയൊക്കെ ഉണ്ട്. ശരി നീ വാ. മൈത്രേ ഇടയ്ക്ക് ഇടയ്ക്കാ ഇവിടെ ഏതോ അമ്പലത്തിലെ പഞ്ചവാദ്യോ കച്ചേരി എന്തോ ഉണ്ടായിരുന്നു, അങ്ങനെ വന്നേണ്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മളെ കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് സാറിനെ പുറത്ത് അന്വേഷിക്കാൻ പറഞ്ഞു. അവൻ വരട്ടെ, അവന്റെ പെരുക്ക് കേട്ടിട്ട് കുറെ കാലായി. നീ എന്തിനാ മൈത്രേനോട് ഇവിടെ വരാൻ പറഞ്ഞത്? വീട്ടിൽ വരാൻ പറഞ്ഞാ പോരായിരുന്നാ? എന്റെ സാറ് അവൻ പണ്ടങ്ങാണ്ടേ വന്നിട്ടുള്ളൂ. അവന് വീടിന്റെ വഴിയൊക്കെ മറന്നുപോയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത്. പോണ വഴി ചായ കുടിച്ച് ഒരുമിച്ച് അങ്ങ് പോവാം. ആ അതാണ് അത് ശരി. ആ മൈത്രേയാ, എത്ര കാലമായിടെ കണ്ടിട്ട്. സാറേ നമസ്കാരം. 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 എന്തിനാ ഇവിടെ? കൂട്ടുകാരനെ കാണാൻ വന്നായിരിക്കുമല്ലേ? കൂട്ടുകാരനെ കാണുകയും വേണം. ഇവിടെ അമ്പലത്തിലെ ഒരു അടിയന്തരം ഉണ്ടായിരുന്നു, അപ്പൊ അതിനുമായിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ ഇവരെ ഒന്ന് കാണാം. സാമ്പത്തികമൊക്കെ എങ്ങനെയുണ്ട്? സാമ്പത്തികമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണു സാറേ. പിന്നെ പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നു? രണ്ടുപേര്. മൂത്തവനെ കലാപീഠത്തിൽ അങ്ങ് ആക്കി, അച്ഛന്റെ വഴി തന്നെ പോട്ടെന്ന് വിചാരിച്ചു. നന്നായിടാ, അങ്ങനെ തന്നെ. അവനും ഭഗവാനെ കൊട്ടി തന്നെ സേവിക്കട്ടെ എന്നൊക്കെ. അങ്ങനെ തന്നെ വേണം. ഇളയവനാ? അത് 4 പഠിക്കുന്നു സാറേ. സാറേ എവരെ കാര്യം എന്തായി? എടാ, പോ, പോ, പോ. ഞാൻ അതിനും കൂടെയാണ് വന്നത്. നില്ലേ സാറേ, എന്തായി സാറേ? എന്ത് പറയാനാടേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നോക്കി. തമ്മി കണ്ട കീരിയും പാമ്പും എപ്പോഴും വഴക്കാണ്. ഇന്നും അങ്ങനെ തന്നെ, ഒരു മാറ്റവും ഇല്ല. സാറേ അന്ന് ഈ കല്യാണം നിഷയുടെ യവന്റെയും രണ്ടിന്റെയും കല്യാണം അന്ന് നടന്നു പോയനെ. യവന്റെ ഒരു മാമ ഉണ്ടല്ലോ, ഗോപി മാമൻ, അങ്ങേര് കയറി ശ്രീധരൻ ചോദിച്ചു, അത് നിങ്ങൾക്ക് കൊടുക്കാറുണ്ടാ? അതുമില്ല. എന്നാ യവ എന്ത് വേണം? വിളിച്ചിറക്കിക്കൊണ്ട് വരാണ്ട ഒരു ചങ്കുറ്റ. അങ്ങനത്തെ സാഹചര്യത്തില് എനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങേരെ സൈഡിൽ നിന്നേ പറ്റുള്ളൂ. അതൊന്നുമല്ല, അങ്ങേർക്ക് പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലായിരുന്നു. അങ്ങേർക്ക് യവൻ വിചാരിച്ച് അങ്ങേരെ സ്വത്ത് അത്രയും അവൻ അങ്ങ് കിട്ടുമെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്തിനായി? അങ്ങേര് വെള്ളം അടിച്ച് സ്വത്ത് അത്രയും വിറ്റ് തീർക്കുകയും ചെയ്തു. പെണ്ണുമില്ല, പിടക്കോഴിയില്ല. ഇപ്പൊ എന്ത് ചെയ്യും? രണ്ടും കെട്ടൂല, രണ്ടും ഇപ്പൊ ഒറ്റം തഴിയ. ഞാനേ ശരിക്കും പറഞ്ഞാൽ വന്ന എന്തിനാന്നറിയാം, നിഷയെ കണ്ടത് സംസാരിച്ച് ഇന്ന് അവൻ നിഷയെ കണ്ട് സംസാരിക്കട്ടെ, കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കട്ടെന്ന്. കണ്ടേ, ഇവരെ പ്രേമകാലം തൊട്ട് കൂടെ നടന്നവനാണ് ഞാൻ. പിന്നെ എല്ലാ കാര്യത്തിനും ഇവർക്ക് എന്ത് സംസാരിക്കണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഞാൻ ഇടയിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. എനിക്കിപ്പോ 2 മക്കളുമായി കല്യാണം കഴിഞ്ഞ്. ഇനി ഇവരിങ്ങനെ നടക്കണം ഞാൻ പറ്റില്ല. ഇന്ന് തീരുമാനിപ്പിക്കണോ? പിന്നെ ഞാൻ സംസാരിച്ചിട്ടേ ഞാൻ പോണുള്ളൂ ഇന്നത്തെ. ഇന്നേ ശനിയാഴ്ചയാണ്, ഞാൻ വീട്ടിൽ വരുമല്ലേ? സാറിന് നീ വരണം എന്ന് പറഞ്ഞപ്പോഴേ ഇടയ്ക്ക് വായിക്കണേ സാറിന്. കുറെ കാലം ആയടേ സാറേ. ഞാൻ നിഷയുടെ ഒന്ന് സംസാരിക്കട്ടെ. നീ പോയിട്ടോ ചെന്ന് വേഷം വാങ്ങിച്ചു കേട്ട്. അതെ, അവക്കെ നിഷയ്ക്ക് സ്വത്തൊന്നും ഇല്ലടേ. എന്റെ പോലീസ് സാറേ ഏക്കറണക്കിന് സ്വത്തുണ്ട്, എല്ലാം കേസ് കിടക്കാണ്.
അതാണ് സ്ത്രീധനം ചോദിച്ചപ്പോഴേ അവരെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞത്. അങ്ങനെ തുണിക്കാവനൊക്കെ പോയില്ല അച്ഛായി, അതിൽ ഇത്രയും പ്രശ്നമായത്. അങ്ങനെ ഇപ്പോഴും ഗ്യാസ് പറഞ്ഞുകൊണ്ടൊക്കെയാണ്. ഓഹോ, എന്തെങ്കിലും ഈ വസ്തു തിരിച്ചിട്ട് പറഞ്ഞുകൊണ്ട്. ഡേയ് അവ ഇപ്പൊ അടിക്കൂടെ? കലാകാരനല്ലേ, അടിക്കും. ആ നീ കലാകാരനല്ലല്ലോ, നീ അടിക്കണതാ. ആട്ടോ പറഞ്ഞ സാറോട്ടേക്ക് പറഞ്ഞ ഇല്ല ആടേ. കുട്ടപ്പേട്ടാ, എന്താ കുഞ്ഞേ? നമുക്ക് പോണ്ടേ? എടി ഇന്ന് ശനിയാഴ്ച അല്ലേടി, നമുക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോയാ പോരെ? ശനിയാഴ്ചക്ക് എന്താ കുഴപ്പം? ഇന്ന് തന്നെ പോണം. ഷൺമുഖനെ അവിടെ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുക, പോപ്കോണും തിന്നും കാണിട്ട്. കുട്ടിക്ക് പേടിയോ? നിങ്ങൾ അങ്ങോട്ട് വരി. പെട്ടെന്ന് ചെല്ലേ, പോപ്കോൺ കഴിഞ്ഞാൽ അങ്ങനെ കരയും. ആ കേട്ടില്ലേ? വേ വരി. ഞാൻ എന്നാ പോയിട്ട് വരാം മാഷേ. ഞാൻ വരാം, ഞാൻ പോയിട്ട് വരാം. ഇങ്ങോട്ട് പോയിട്ട് വണ്ടി എടുക്കും. ഇതിന് ഇനിയെങ്കിലും ഒരു അവസാനം വേണ്ടേ നിഷേ? എത്ര നാളായി നിങ്ങളിങ്ങനെ ഈ വാശിയും വൈരാഗ്യവും തുടർന്നുകൊണ്ടിരുന്ന? വാശി പിടിക്കാതിരിക്കണേ എങ്ങനെയാ ചേട്ടാ? അയാൾ എൻ്റെ എന്തായാലും സ്ത്രീധനം ചോദിച്ചതല്ലേ അല്ലേ? അപ്പൊ അയാൾ ചോദിച്ചത്ര സ്ത്രീധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അത്രയും കാശൊക്കെ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം പറ്റുമെങ്കിൽ ഞാൻ അയാളെ കല്യാണം കഴിക്കാം. ഞാൻ അയാളെക്കാൾ കുറച്ച് സ്ത്രീധനം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അയാളെ കല്യാണം കഴിച്ചാൽ പോരെ. നിനക്ക് ഇപ്പോഴും അവരുടെ അടുത്തുള്ള ദേഷ്യം മാറിയിട്ടില്ല അല്ലേ? ദേഷ്യമൊന്നും ഇല്ല എനിക്ക് അയാളോട്, വെറുപ്പാ. അത്രയാളും നാണം കെടുത്തിട്ടുണ്ട് എന്നെ എൻ്റെ വീട്ടുകാർ. പാവൻ്റെ അച്ഛൻ, അയാൾ കാരണാ എൻ്റെ അച്ഛൻ തൂങ്ങിച്ചാവൻ കയറിട്ടത്. അയ്യ, അത് അവനല്ല, അവൻ്റെ ആ ഗോവിമാമൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഗോവിമാവൻ എത്ര വയസ്സുണ്ട്? നല്ല പ്രായമുള്ള ഒരാളല്ലേ. പ്രായമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷെ അത് കേട്ടുകൊണ്ട് അയാൾ അവിടെ നിൽക്കുകയല്ലേ. അയാളെ വയലും നന്നാക്കില്ലായിരുന്നോ? എന്തെങ്കിലും തിരിച്ച് പറഞ്ഞായിരുന്നോ? നട്ടലുള്ള ഒരാളായിരുന്നെങ്കിൽ തിരിച്ച് എന്തെങ്കിലും മറുപടി പറയാമായിരുന്നല്ലോ. ഒന്നും പറഞ്ഞില്ല. അപ്പം അയാൾക്കും അത് ആവശ്യമാണ്. സ്ത്രീധനം അയാൾക്കും ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അയാൾ മിണ്ടാതിരുന്നത്. അവന്റെ നട്ടലിന്റെ സ്ഥാനത്തെ റബ്ബറാ ആണല്ലോ, റബ്ബറാണെന്ന് ചേട്ടനും ബോധ്യമായല്ലോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അയാളുടെ നട്ടലിന്റെ സ്ഥാനത്ത് റബ്ബറാണെന്ന് ബോധ്യമായ സ്ഥിതിക്ക് ഞാനിത് അങ്ങ് സ്വീകരിക്കണോ? അയാളെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ സമ്മതം പറയണോ? വേണ്ട. ആ, അപ്പോൾ ഉറപ്പാണ് കല്യാണം കഴിച്ചതിൻ്റെ ജീവിതം പോകുന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ടും ചേട്ടൻ പിന്നെയും പറഞ്ഞു വന്നിരിക്കുക. എന്നാലും നിങ്ങളെ ഞാൻ കൊച്ചുനാൾ തൊട്ട് കാണുന്നതല്ലേ, അതുകൊണ്ടാ. ചേട്ടൻ ഇപ്പോൾ പോകുമ്പോൾ പുള്ളിനെ കാണുമല്ലോ. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു ഒന്ന് പറഞ്ഞേക്കാം. അത് ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. ഞാൻ വരുമ്പോഴേ ഒരു ഡോസ് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, നാണമൊന്നുമില്ല. അതൊക്കെ പോട്ടെ. പിന്നെ എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ട് പോകണം. അങ്ങനെ അശ്വതി പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കും? എല്ലാവരും സുഖമായിരിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ ഒരു പരിപാടിക്കും കൂടെ വന്നപ്പോൾ നിങ്ങളെയും കൂടെ കാണാമല്ലോ എന്ന് വെച്ച് ഇങ്ങനെ കയറിയതാണ് ഞാൻ. പരിപാടിക്ക് വന്ന? പരിപാടിക്ക് വന്ന ആ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് കണ്ട് നിങ്ങളുടെ സംസാരിച്ചിട്ട് പോവാന്ന് വെച്ചു. അങ്ങനെ ഇങ്ങനെ കയറിയതാണ്. എന്നാലും ഓർക്കണ്ടല്ലോ. പിന്നെ എങ്ങനെ മറക്കാനാ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നാ ചേട്ടന് കാശല്ലോ ഉണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അതാ പറഞ്ഞ ദൈവം സഹായിച്ച് പരിപാടി ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, പിള്ളേർക്ക് എന്തെങ്കിലും അയ്യോ വേണ്ട എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടല്ല. എന്നാ ഞാൻ എന്താ കുഴപ്പം? അല്ല, അതിൽ കുഴപ്പമൊന്നുമില്ല. അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കരുത്, അങ്ങനെയൊന്നേ ഇല്ല. ഞാൻ പറഞ്ഞതാ, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ചോദിക്കുന്നതിന്റെ സന്തോഷം. എന്നാ ഇറങ്ങട്ടെ ഞാൻ. ഈ മാഷിനെ കാണാനല്ലേ അങ്ങനെ എവിടെ പോയി കിടക്കണത്? അതെ, പെണ്ണുമ്പോൾ എഴുത്തോണ്ട പോയ പോക്ക് ഞാനേ കണ്ടോളൂ. അയ്യോ താണ്ട മാഷ് പറഞ്ഞിട്ടില്ല ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നേ. മാഷിന് കേൾക്കണമെന്ന് പറഞ്ഞോണ്ടാ. മാഷ് വരട്ട്. മാഷ് പെരുക്കും മാഷേ, നമുക്ക് കേൾക്കാലോ. കുട്ടപ്പ മാഷ് വന്നോളൂ. അല്ല പാവമല്ലേ അദ്ദേഹം. പാവൊന്നുമല്ല, നീ പെരുക്ക് നമുക്ക്. എങ്ങനെ അവിടെ നിന്ന് മുങ്ങിയത്? ഇവിടെ പടം തുടങ്ങിയപ്പോഴേ ആദ്യത്തെ സീന് സ്റ്റണ്ട്. ഞാൻ നോക്കിയപ്പോ എന്റെ അളിയ തെണ്ടി ഷൺമുഖനില്ലേ, അവനും അവളും കൂടെ ബിരിയാണി വാങ്ങിച്ചു വേഷാണ്. തിയേറ്ററിൽ നിന്ന് ബിരിയാണി അടിക്കണത്. ഇവിടെ യവനൊക്കെ തിന്നണമെങ്കിൽ വല്ല ഹോട്ടലിലും വെക്കൂടെ? സിനിമാ തിയേറ്ററിൽ വരണം. അല്ല, ഇപ്പൊ സൗകര്യം, സിനിമാ തിയേറ്ററിൽ എന്ത് ഫുഡും കഴിക്കണം, സൗകര്യമുണ്ട്. തുടങ്ങിയില്ലേ? മൈത്രേൻ ഇത് കഴിക്കാറുണ്ടോ? ഈ പരിപാടി ഉള്ള ദിവസമൊക്കെ കഴിക്കാറുണ്ട്. മാസത്തിൽ ഒരു പരിപാടിയെങ്കിലും കിട്ടുമോ? എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. സാറ് വരുന്ന നോക്കി മൈത്രേൻ ഈ ഇടയ്ക്കൊക്കെ സെറ്റ് ഇരിക്കാതെ നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. ആ മാഷ് ഒന്നല്ലേ, നമുക്ക് നോക്കാം. ഇയാൾക്ക് സംഗീതത്തിൽ അത്ര വലിയ പാണ്ഡിത്യമൊക്കെ ഉണ്ടോ? നമുക്ക് ഉപ്പ് അത് നോക്കാനാ ഞാൻ പറഞ്ഞേ. നോക്ക, നന്നായി പോയി.
എല്ലാ ചോദ്യങ്ങളും ക്ലാസ്സിൽ വെച്ച് എന്നോട് തന്നെ ഉപ്പ് സത്യാഗ്രഹം ദണ്ഡിയാത്ര ദാളികൻ ബലാബാഗ് പൊള്ളണം, നല്ലോണം പൊള്ളണം. വാ വാ. കഴിച്ചാട്ടെ. പക്ഷേ എടേ യവനല്ലേ നീ എവിടെ നിന്ന് എടുത്ത് വളർത്തിയെന്നൊക്കെ പറഞ്ഞു, അവൻ വല്ല പഠിക്കുവോ? ഞാൻ പഠിച്ചിട്ട് ദിവസം വേണം എന്നിട്ടു എൻ്റെ ആളുകൾക്ക് സോറി ചിക്കൻ കറിഞ്ഞിടും. ചിക്ക അടുപ്പ് ഇവിടെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കണം. പക്ഷേ എനിക്ക് ദൈവം എല്ലാം തന്നു. സമ്പത്തിന് സമ്പത്ത്, ആരോഗ്യത്തിന് ആരോഗ്യം, പിന്നെ വീടിന് വീട്, വാടക വീട്, സന്തോഷം മാത്രം, സ്നേഹം മാത്രം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ബിജുമാഷേ അതെ എന്താ നേരത്തെ തുടങ്ങിയതോ? ഒന്ന് കേട്ടാ എടാ നോപ്പാണ്. എന്താണ് വാടക ഓ, അടുത്ത ആഴ്ച തരാം. നാളെ തരും കൊട മോനെ എടാ നീ പോ. അടുത്ത ആഴ്ച ഉറപ്പാണല്ലോ? ഉറപ്പ്. എല്ലാ ആഴ്ചയും പറഞ്ഞ പോലെ ഇല്ല. ഉറപ്പല്ലേ? ആ. ആ പിന്നെ നിങ്ങളുടെ ഈ വൈകുന്നേരങ്ങളിൽ ഈ വെള്ളടി അത് നാട്ടുകാർക്ക് ഭയങ്കര ശല്യാണ്, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര പരാതിയാണ്. അതൊക്കെ ആൾക്കാർ കേൾക്കൂലേ? മെല്ലെ പറ, ആളുകൾ ഉണരും, കുട്ടികൾ കരയും. നിന്നോട് കാര്യം പറയാണ്ട്, ഈ വീട് എത്ര പൂസുണ്ട്? അകത്തൊന്നും പുറത്തൊന്നും ഉണ്ടല്ലോ. ഈ പറമ്പ് നിറയെ നടന്നിട്ട് നീ സാധിക്കുന്ന പരിപാടിയാണ്. അത് ഇന്നത്തോടെ നിർത്തിക്കൊണ്ട് മുട്ടേനെ നെല്ലുപിടിക്കുക ഞാൻ കേട്ടോ. ഞാനതിന് തൂർന്നില്ല, പോരെ തൂറണം, പക്ഷെ പറമ്പിലല്ല കേട്ടോ. മനസ്സിലായോ? പക്ഷേ പുറത്ത് പോലെ എപ്പോ? അടുത്ത ആഴ്ച. ആയിക്കോട്ടെ. ശരി. ശരി വരാം. കഴിക്കുന്നു. കഴിക്കുന്നു. എടാ, നോമ്പ്. തൂറ് നാട്ടിക്കാൻ ജന്മനാളെ അവൻ്റെ കുഴപ്പമാണ്. അതൊക്കെ പോട്ടെ, ഈ ആ ഇടയ്ക്കൊക്കെ ഒന്നെടുത്ത് പെരുക്കട്ടെ. എന്റെ പൊന്ന് സാറേ, ചുമ്മാ ഇടയ്ക്ക് എടുത്ത് പെരുക്കിയിട്ട് കാര്യമില്ല. ആരെങ്കിലും ഒരു പാട്ടങ്ങ് പാടുന്നു. പാടുവോ? പാട്ടിന്റെ ആവശ്യമായി. പിന്നെ ഞാൻ എടുക്കട്ടെ അപ്പൊ? എടുക്ക്, എടുക്കാൻ പോവാ. എടുക്ക്. അയ്യോ, ഒരെണ്ണം കൂടെ, ഒരെണ്ണം എനിക്ക് വേണ്ട വേണ്ട വേണ്ട. എന്തിനാ അയച്ചാട്ടെ. എങ്ങനെയാ എന്തോ എങ്ങനെയാ എന്തോ പാടാൻ പോവല്ലേ? പാടാൻ പോകുന്ന ആള് പറ എങ്ങനെ വായിക്കും? തക്കിട്ട തക്കിട്ട തക്കിട്ട. അപ്പൊ പിന്നെ ആ പിന്നെ തക്കിട്ട തന്നെ വായിച്ചോ. പിടിച്ചോ, പിടിച്ചോ. ആദ്യം ഒന്ന് പെരുക്. തക്കിട്ട ആദ്യം പെരുക് പെരുക്. തക്കിട്ടയില് പെരുക്കും. ആത്തോലെ ഈത്തോലെ കുഞ്ഞാത്തോലെ ഞാനൊരു നാടകം കാണാൻ പോയി. ആത്തോലെ ഈത്തോലെ കുഞ്ഞാത്തോലെ ഞാനൊരു നാടകം കാണാൻ പോയി. അളിയല്ലേ പൊളിയല്ലേ കുഞ്ഞാത്തോലെ ഞാനൊരു നാടകം കാണാൻ പോയി. തോലെ കുഞ്ഞാത്തോലെ തോലെ തോലെ കുഞ്ഞാത്തോലെ തോലെ തോലെ കുഞ്ഞാത്തോലെ തോലെ തോലെ കുഞ്ഞാത്തോലെ ചുമ്മാ എല്ലാവൻ കിടന്നുറങ്ങിയത്, അകത്തിരുന്ന് അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. കഴിവറടാ പോയി. മഴയൊക്കെ ഇറങ്ങിപ്പോ പറമ്പിലെ തൂറും. അളിയോ, ഞാൻ ഇന്ന് ഇറങ്ങട്ടെ അളിയാ. രാവിലെ പോയാ പോരെ സാറേ? 2:30 ഒരു ബസ്സുണ്ട് സാറേ, അതിലങ്ങ് പോയാൽ എനിക്ക് അങ്ങ് എത്താല്ല നേരത്തെ. എന്നാ പോയാ പോകുന്ന അളിയാ. ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നാ. ശരി മാഷേ, എന്നാ ഞങ്ങളും പോവാ. ആ ഷൺമുഖനുള്ള തെണ്ടി എൻ്റെ ആളിയെ ആ വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ ശരി. വിശ്വാസങ്ങളുണ്ടോ?
ആ വന്നാടെ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഏടാ എൻ്റെ അച്ഛനാണ് വിസ്താർ. അളിയോ നീ പോയില്ലടാ? അളിയ പോവാനേ വണ്ടിക്കൂലിയൊന്നും കയ്യിലില്ല അളിയ. എടാ അമ്പലത്തിൽ കൊട്ടാമ്പടിന്റെ പൈസ അളിയ അമ്പലത്തിൽ കൊട്ടാനൊക്കെ പോയി അവർ അക്കൗണ്ട് ഇട്ട് തരാമെന്ന് പറയും അളിയ. ചിലതൊന്നും കിട്ടുപോലും ഇല്ല അളിയ. നീ എൻ്റെ അടുത്ത് ഒന്നും പറയണ്ടേ? നമ്മളെ മാഷിരിക്കണോണ്ടാ ഞാൻ നിൻ്റെ അടുത്ത് പറയാത്ത. അതെ, അവിടെ നിഷ തരാമെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്, അതും ഞാൻ ചോദിച്ചില്ല. അത് നിനക്കല്ലേ നാണക്കേട് ഞാൻ വാങ്ങിച്ച. അതാണ് അളിയ, നിവർത്തിയേടാ അളിയ. എൻ്റെ അടുത്തൊരു വാക്ക് പറയാത്തത് നമ്മളെ അങ്ങനത്തെ ബന്ധമാണാ? അതല്ല, അതാ ഞാൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞ. എൻ്റെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല. ഞാൻ അക്കൗണ്ട് ഇടാം. നാളെ പോയാ പോരെ? ഒരാഴ്ചയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പിള്ളേരെയൊക്കെ ഒന്ന് കാണണ്ടേ. ഞാനൊന്ന് പൊക്കോട്ടളിയാ. ഞാൻ പോട്ടാളിയാ. ശരി, പൈസ ഇട്ടിട്ടുണ്ട്. ഓ, ഞാൻ ഇറങ്ങട്ടെ എന്നാ. തോലെ ഈ തോലെ കുഞ്ഞാത്തോലെ ഞാനൊരു നാടകം കാണാ